Good morning. Good morning. School attention. Standard is Attention. prayer. हाथ उठाकर जो मांगी है तुझसे दुआ, मेरे हक में हुआ है तेरा फैसला। ऐ मालिक तेरी मर्जी के बिना हिल न सकता कोई एक पत्ता यहाँ, तू है रहबर मेरा तो मुझे डर है क्या। हाथ उठाकर जो मांगी है तुझसे दुआ। നിങ്ങൾ എന്താ വൈകി വന്നത്? എൻ്റെ ഉമ്മ എണീക്കാൻ വൈകും. ഞങ്ങൾ എല്ലാവരും രാത്രി കളിച്ചതിന് ശേഷം വൈകിയാണ് ഉറങ്ങാറ്. ഉമ്മച്ചി ഫോൺ നോക്കി നിൽക്കും. ഏത് നേരവും ഞാനും അനിയനും കളിക്കും. പിന്നെ കുറേ കഴിയും ഉറങ്ങാൻ. ഉമ്മച്ചിയോട് എന്നെ ഒന്ന് കാണാൻ പറയണട്ടോ. ശരി ടീച്ചർ. എൻ്റെ ഉപ്പ ജോലി കഴിഞ്ഞ് വരാൻ വൈകും. ഞങ്ങൾ ഉപ്പയെ കാത്തിരിക്കും. ഉപ്പ വന്നതിന് ശേഷമാണ് ഉറങ്ങാറുള്ളൂ. എല്ലാവരും വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ് രാവിലെ വൈകി ഉണരുന്നത്. അതുകൊണ്ട് എല്ലാവരും രാത്രി വേഗം ഉറങ്ങണം. എന്നാൽ മാത്രമേ രാവിലെ പെട്ടെന്ന് തന്നെ ഉണരാൻ പറ്റുകയുള്ളൂ. ശരി ടീച്ചർ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറേ ശീലങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ശീലം ഇത് തന്നെയാണ്. രാവിലെ നേരത്തെ ഉണരണമെങ്കിൽ രാത്രി വേഗം ഉറങ്ങണം. അതേപോലെ ഭക്ഷണത്തിലും നല്ല ശീലങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ ടീച്ചർ? ഒന്നാമത് സ്വാദിഷ്ടവും രുചികരവും പോഷക സമൃദ്ധവുമായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഫാസ്റ്റ് ഫുഡ് ആണോ ടീച്ചർ? അല്ല മോനെ, ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടണം. അതെന്തൊക്കെയാ ടീച്ചർ? എങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശരി ടീച്ചർ. ഇന്നലെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലുണ്ടായിരുന്ന ധാന്യങ്ങൾ എന്തൊക്കെയാണ്? അരിധാന്യം. ഞാൻ ഇന്നലെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. അതിൽ ഗോതമ്പ് ധാന്യം. വെരി ഗുഡ്. എല്ലാവരും പറയൂ. ഇനി പച്ചക്കറികൾ എന്തെല്ലാമാണ് കഴിച്ചത്? തക്കാളി, ഉള്ളി, പച്ചമുളക്, വെള്ളരിക്ക, മത്തൻ. ശരി ശരി. ഇനി എന്തൊക്കെ പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്? ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഉറുമപ്പായം, ഏത്തക്ക. ശരി. എല്ലാവരും വിവിധ തരം ഭക്ഷണം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതെ ടീച്ചർ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യുക? കൈയും വായും നന്നായി കഴുകും. നല്ല കുട്ടികൾ അങ്ങനെ തന്നെ വേണം. ടീച്ചറെ, മജീദ് കൈ കഴുകാറില്ല. പോടാ, നീ ആയിരിക്കും കഴുകാത്തത്. ആരെങ്കിലും രാവിലെ കൈ കഴുകി എന്ന് വെച്ച് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാതെ ഉണ്ടോ? ഇല്ല ടീച്ചർ. വെരി ഗുഡ്. പ്രകൃതിയിലുണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെ നമ്മുടെ കൈകളിൽ എല്ലാം ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് നാം വീണ്ടും കൈ കഴുകുന്നത്. അതെ ടീച്ചർ. കൈകളിലെ നഖങ്ങൾ വലുതായിട്ടുണ്ടെങ്കിൽ അഴുക്കുകൾ അതിൽ വന്നു ചേരും. അപ്പോൾ അത് ഭക്ഷണത്തോടൊപ്പം നമ്മുടെ വയറ്റിൽ പോവും. ഞാൻ എന്നും നഖം വെട്ടാറുണ്ട്. പോടാ, പുളു അടിക്കാതെ. എടാ, ദിവസവും വെട്ടണ്ട. ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും നഖം വെട്ടണം. അതേപോലെ കാലിലെയും. നമ്മുടെ കാലിൽ കൂടുതൽ ചെളിയും മറ്റും വന്നു നിറയും. അത് നന്നായി വൃത്തിയാക്കണം. ശരി ടീച്ചർ, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യും. ശരീരം മൊത്തം വൃത്തിയാക്കുവാൻ വേണ്ടി നമ്മൾ ദിവസവും കുളിക്കണം. കുളിച്ചതിന് ശേഷം നമ്മൾ വസ്ത്രം ധരിക്കണം. നല്ല അലക്കിയ വസ്ത്രങ്ങളല്ലേ ടീച്ചർ? അതെ, വസ്ത്രത്തിലും വൃത്തിയുണ്ടായിരിക്കണം. അതുപോലെ
പല്ലുകൾ വൃത്തിയാക്കുവാൻ വേണ്ടി 2 നേരം പല്ല് തേക്കണം. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നു ടീച്ചർ. നല്ല കുട്ടികളാണ് നിങ്ങൾ. നമ്മുടെ ശരീരം മാത്രം വൃത്തിയായാൽ പോരാ, നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും പൊതു ഇടങ്ങളും വൃത്തിയാവണം. അതുപോലെ നമ്മുടെ സ്കൂളും പരിസരവും കൂടി വൃത്തിയായിക്കൊണ്ട് നടക്കണം. ശരി ടീച്ചർ, അങ്ങനെ ചെയ്യാം. എന്നാൽ ഇനി നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഏത് പാട്ടാണ് ടീച്ചർ? നമ്മൾക്കും സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു പാട്ട്. ഞാൻ പാടുമ്പോൾ നിങ്ങൾ ഏറ്റുപാടണം. പാടാം ടീച്ചർ. വൃത്തിയായെന്നും നടക്കേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടണം, പല്ലുകൾ തേക്കണം 2 നേരം, കുളിക്കാൻ മടിക്കല്ലേ വേണ്ട നേരം. വൃത്തിയായെന്നും നടക്കേണം, വൃത്തിയിൽ വസ്ത്രം ധരിച്ചിടണം, പല്ലുകൾ തേക്കണം 2 നേരം, കുളിക്കാൻ മടിക്കല്ലേ വേണ്ട നേരം. കൈകൾ കഴുകാമിടക്കിടയ്ക്കാൻ, നഖവും മുറിക്കാൻ മടിക്ക വേണ്ട, തുപ്പാതിരിക്കാം പൊതുവഴിയിൽ, ശൗചാലയ ശീലമോർമ്മ വയ്ക്കാം. കൈകൾ കഴുകാമിടക്കിടയ്ക്കാൻ, നഖവും മുറിക്കാൻ മടിക്ക വേണ്ട, തുപ്പാതിരിക്കാം പൊതുവഴിയിൽ, ശൗചാലയ ശീലമോർമ്മ വയ്ക്കാം. ഭക്ഷണമിത്തിരി ബാക്കി വന്നാൽ വലിച്ചെറിഞ്ഞിടല്ലേ ചുറ്റുപാടും, പൊതുവിടമെല്ലാം നമുക്കു സ്വന്തം, വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം. ഭക്ഷണമിത്തിരി ബാക്കി വന്നാൽ വലിച്ചെറിഞ്ഞിടല്ലേ ചുറ്റുപാടും, പൊതുവിടമെല്ലാം നമുക്കു സ്വന്തം, വൃത്തിയായി നമ്മൾ സൂക്ഷിക്കണം. വിജ്ഞാനമൊത്തിരി നേടിയാലും വൃത്തിയില്ലെന്നാൽ അതെന്തു കഷ്ടം. ശുചിത്വശീലങ്ങൾ നാം പാലിക്കുകിൽ രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. വിജ്ഞാനമൊത്തിരി നേടിയാലും വൃത്തിയില്ലെന്നാൽ അതെന്തു കഷ്ടം. ശുചിത്വശീലങ്ങൾ നാം പാലിക്കുകിൽ രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. ശുചിത്വശീലങ്ങൾ നാം പാലിക്കുകിൽ രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ. എങ്ങനെയുണ്ട് പാട്ടുകുട്ടികളെ? വൃത്തിയുള്ള നാടും നഗരവും നന്മയാൽ നിറഞ്ഞു നിൽക്കും. Mountains of Mecca, what can you say of the day that Abraham passed away, and he was instructed by God to build a house of peace where people will pray and they will come. Bravo! What a splendid performance that was. Let's give a big round of applause to all the performers for their outstanding portrayal of the importance of good manners. Also, Mr. Muhammad Rifai K.A., whose passion and expertise have brought out the best in our young performers. As our evening of celebration continues, we have another enchanting performance lined up for you all. Before we immerse ourselves in the mesmerizing performance ahead, let's gain insight from one of our talented young performers. Please give a warm welcome to Shiza Fatima of grade 2nd C.
Assalamu alaikum. Good afternoon. We would like to bring a life for you, a piece for the eyes and ears, with a colorful dance of grade 2nd C brothers and sisters. Wonders of Allah. Allah says in the Quran, Luqman, chapter 31, verse 11, such is Allah's creation. Show me then what any others apart from Allah have created. He has created heavens and the earth with a consummate wisdom. He has disposed sun and moon. Indeed, He is the Almighty, the All-Forgiver.